ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മലയാളി സ്റ്റോറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ടല്ലോ. കൂട്ടുകാർക്ക് കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു. നമ്മൾ ഇഷ്ടപ്പെട്ട കഥകൾ നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അമ്മ, അച്ഛന്, നമ്മുടെ കുഞ്ഞനുജത്തിമാർ, അനുജന്മാർ, ചേട്ടന്മാർ അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കണം കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെട്ട കഥയെ പറഞ്ഞു കൊടുക്കാവുള്ളൂ, അല്ലാത്ത കഥ പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ. ഇനി നമുക്ക് പുതിയൊരു കഥ പറഞ്ഞു തരാം. അതായത് ചില ആളുകൾ സാധാരണ രീതിയിൽ പാവങ്ങളായിരിക്കും. പക്ഷെ അവർക്ക് എന്തെങ്കിലും മെച്ചമുണ്ടായിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നറിയോ? പിന്നെ ഭയങ്കര സംഭവമായിട്ട് മാറിയിട്ട് അവർക്ക് ഗുണം ചെയ്തു കൊടുത്ത ആളുകളെല്ലാം ഉപദ്രവിക്കും. അതുകൊണ്ട് വന്ന വഴി ഒരാളും മറക്കരുത്. പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നിട്ട് അയാൾ ഒരു പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനത്തൊക്കെ എത്തുമ്പോൾ അയാൾക്ക് രാജ്യത്തെ പറ്റിയോ നാട്ടുകാരെ പറ്റിയോ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അയാൾ ദ്രോഹങ്ങൾ ചെയ്യും. അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും? ദൈവം അയാളെ പഴയ പടിയിലേക്ക് മാറ്റും. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന കഥ. വളരെ കാലം മുമ്പ് ഒരു വനാന്തരത്തിൽ വലിയ കഴിവും ശക്തിവിശേഷണങ്ങളുമുള്ള ഒരു മഹർഷി താമസിച്ച് വരികയായിരുന്നു. മിക്ക സമയങ്ങളിലും അദ്ദേഹം അഗാധമായ തപസ്സിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ നരച്ച താടി രോമം കാലിൻ്റെ മുട്ടോളം എത്തുമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തലയിലെ മുടിയുണ്ടല്ലോ, തലയ്ക്ക് ചുറ്റും ഒരു കുടുമ പോലെ നിന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ പീലികൾ പോലും നീണ്ട് നരച്ച് വെളുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം നീണ്ട് മെലിഞ്ഞതായിരുന്നു. നീണ്ട കാലം പട്ടിണി കിടന്നതുകൊണ്ട് അദ്ദേഹം നീണ്ട് മെലിഞ്ഞിരുന്നു. ശരീരത്തിലെ ചർമ്മം മുഴുവൻ എല്ലിനോട് പറ്റിപ്പിടിച്ച് മൊത്തത്തിൽ തന്നെ കാണുമ്പോൾ ഒരു അസ്ഥികൂടം പോലെ തോന്നുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ തോളിലെ എല്ലും വാരിയെല്ലും എല്ലാം പുറത്ത് കാണുമായിരുന്നു. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രൂപമെങ്കിലും മാനസികമായി വളരെ ശക്തനായിരുന്നു കേട്ടോ. എല്ലായ്പ്പോഴും അദ്ദേഹം ആശ്രമത്തിൻ്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. അവിടെയുള്ള ഒരു മരത്തിൻ്റെ ചോട്ടിൽ ചമ്രം പടിഞ്ഞിരിക്കും. എന്നിട്ട് ദൈവത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കും. അതായിരുന്നു മഹർഷിയുടെ രീതി. ഒരു ദിവസം ഇദ്ദേഹം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദീനമായ ഒരു കരച്ചിൽ കേട്ടു. വലിയ സങ്കടത്തോടെയുള്ള കരച്ചിൽ. അത് വളരെ ഉറക്കെയും വേദനയുണ്ടാക്കുന്നതുമാണ് എന്ന് ചുറ്റും നിശബ്ദമായിരുന്നത് കൊണ്ടും ആ ശബ്ദം മഹർഷിയുടെ ധ്യാനത്തിന് ഭംഗം വരുത്തി. അദ്ദേഹം ചുറ്റും നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ഒരു ചെറിയ എലിയെ ഒരു പരുന്ത് റാഞ്ചി പറക്കാൻ ശ്രമിക്കുന്നത് മഹർഷി കണ്ടു. കണ്ടപ്പോൾ ഈ എലിയെ പിടിച്ചു തൻ്റെ കൂർത്ത നഖങ്ങൾ ഈ എലിയുടെ ദേഹത്ത് തറപ്പിച്ച് തൂക്കിയെടുത്തുകൊണ്ടാണ് ഈ പരുന്ത് പോകാൻ ശ്രമിക്കുന്നത്. ആ വേദന കൊണ്ടാണ് എലി കരയുന്നത്. ഇത് കേട്ടപ്പോൾ മഹർഷിക്ക് അങ്ങേയറ്റം ദുഃഖവും പരുന്തിനോട് കോപവുമുണ്ടായി. ഈ പാവപ്പെട്ട എലിയെ പിടിച്ച് നിന്നോ ഇന്നിങ്ങനെ കരയിപ്പിക്കുന്ന എന്നോർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചുവന്നു. അല്പനേരം അദ്ദേഹം പരുന്തിനെ തുറിച്ചു നോക്കി. അപ്പം തന്നെ ആ പരുന്ത് ഒരു പിടി ചാരമായി വെണ്ണീരായി താഴെ വീണു. അതാണ് കേട്ടോ മഹർഷിമാരുടെ കഴിവ്. എലി ഓടി മഹർഷിയുടെ അടുത്തേക്ക് വന്നു. പേടിച്ച് അവൻ വിറക്കുന്നുണ്ടായിരുന്നു. അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എലിയെ മെല്ലെ തലോടി തൻ്റെ ഒരു കയ്യിലേക്ക് എടുത്തു. തനിക്ക് ഈ എലി ഭക്ഷണം തേടി നടക്കുമ്പോഴായിരുന്നല്ലോ പരുന്ത് എലിയെ കണ്ടതെന്നും അതിനെ ആക്രമിച്ചതെന്നും മഹർഷിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മഹർഷി ചിന്തിച്ചു, പാവം ഈ ജീവിയെ
ഒരു പുലിയാക്കുകയാണെങ്കിൽ ഇവൻ വളരെ സമാധാനത്തോടെ ജീവിക്കും. ഇങ്ങനെ പരുന്തൊന്നും ഇവനെ പിടിച്ചു കൊണ്ടുപോകില്ല. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് മഹർഷി തൻ്റെ വലത് കൈ നീട്ടിപ്പിടിച്ചു. ഈ എലിയെ ഒന്ന് തൊട്ടതേയുള്ളൂ. ഈ ചിന്തയോട് കൂടിയിട്ട് ദാണ്ടേ എലി വലിയൊരു പുലിയായി മാറി. എലി പുലിയായി മാറിയപ്പോൾ അതിൻ്റെ ജന്മസ്വഭാവമൊന്നും നഷ്ടപ്പെട്ടില്ല. എലിയായി മനസ്സുകൊണ്ട് എലിയും ശരീരം കൊണ്ട് പുലിയും എന്നൊക്കെ പറയില്ല നമ്മളെ. അപ്പോൾ പിന്നെ എലിയുടെ മനസ്സും പുലിയുടെ ശരീരവുമായി മാറി. അതുകൊണ്ട് തന്നെ ആരും പിടിക്കൊന്നുമില്ല ഇവനെ, കാരണം പുലിയല്ലേ, കാഴ്ചയല്ലേ. അതുകൊണ്ട് ആരും ഒന്നും ചെയ്യില്ല. പക്ഷെ അത് അവിടെയും ഇവിടെയും നടക്കുകയും ഒരു എലി ചെയ്തിരുന്നത് പോലെ എന്ത് കിട്ടിയാലും അത് ഭക്ഷിക്കുകയും ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മറ്റെല്ലാ ജീവികളും അതിനെ നോക്കി തമാശ പറയുകയും കളിയാക്കാനും തുടങ്ങി. ഇതെന്ത് പുലിയാപ്പാ കാണുന്നെല്ലാം പിടിച്ച് തിന്ന് എലീൻ്റെ മാതിരിക്ക് എന്നും പറഞ്ഞിട്ട്. തന്നെ പറ്റിയുള്ള ഈ കളിയാക്കലേ പുലിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അത് മഹർഷിയുടെ സമീപം പോയിട്ട് പരാതി പറഞ്ഞു. തൻ്റെ എലീൻ്റെ സ്വഭാവം കൂടി ഒന്ന് മാറ്റിത്തരണം. എനിക്ക് എലീൻ്റെ സ്വഭാവം മാറ്റിയിട്ട് പുലിയുടെ സ്വഭാവം തരണം എന്ന് പറഞ്ഞു. ഇതുവരെ ശരീരം മാത്രമല്ലേ ഉള്ളൂ. അപ്പം മഹർഷി അവനെ അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് മുതലേ നിനക്ക് ഞാൻ മാർജാര പ്രകൃതം തരികയാണ്. നീ പുലിയാകാൻ പോവുകയാണ് സ്വഭാവത്തിലും പ്രകൃതിയിലും എന്ന് പറഞ്ഞു. പുലിക്ക് അതിൻ്റെ യഥാർത്ഥ പ്രകൃതം കിട്ടി. അപ്പം എന്താ ചെയ്തതെന്നറിയോ? ആദ്യം തന്നെ പുലി എന്താ ചെയ്തതെന്നറിയോ? ഒരൊറ്റ ചാട്ട മഹർഷിയുടെ മുകളിലേക്ക്. എന്തിനു വേണ്ടിയിട്ട്? മഹർഷിനെ പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ട്. തനിക്ക് വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് മഹർഷി ബോധ്യമായി. അദ്ദേഹം ജാഗരൂകനായി നിന്നു. തൻ്റെ കൈ ഈ പുലിയുടെ നേരെ ചൂണ്ടി അദ്ദേഹം അതിനെ തടഞ്ഞു. ദാണ്ടേ ആ പുലി വീണ്ടും എലിയായി താഴെ വീണു. പുലി വീണ്ടും എലിയായി മാറി എന്നല്ല, ശരി, എലി വീണ്ടും എലിയായി മാറി എന്ന് തന്നെ. കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ഈ കഥ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.